മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകി അവരെ സഹായിക്കാൻ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുക. കണ്ടെടുക്കാൻ എനിക്ക് കഴിയില്ലേ, അതുകൊണ്ടാ. എന്തിനാ നാണിക്കുന്നത്? ഓശാരത്തിനല്ലോ, നല്ലോണം തെണ്ടിയിട്ടല്ലേ. ഇത്തരമൊരവസ്ഥയിലും ജനങ്ങൾ വളരെ രോഷാകുലരായി പ്രതികരിക്കുന്നതാണ് ആ വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റ് ബോക്സിൽ കാണാൻ കഴിഞ്ഞത്. നോക്കിക്കോളൂ. പരട്ടച്ചങ്ങൻ അധികാരത്തിലെത്തി അന്നു തുടങ്ങിയതാ മലയാളിയുടെ കഷ്ടകാലം. മാൻഡ്രേക്ക് വിജയ ഒന്ന് മാറിത്തരാവോ? അപേക്ഷയാണ്. ദുരന്തമുണ്ടായാൽ മാത്രം വരുന്ന മറ്റൊരു ദുരന്തം. അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. മുഖ്യമന്ത്രിയുടെ ദുരിതത്തിന് ആശ്വാസം കണ്ടെത്തുന്നതല്ല ദുരിതാശ്വാസം എന്നും കമന്റുകൾ. എങ്ങനെ വിശ്വസിക്കും? സഹായിക്കേണ്ടവർ അപകടം പറ്റിയവർക്ക് നേരിട്ട് കൊടുക്കുക എന്ന ഒരു അഭ്യർത്ഥനയുമുണ്ട്. ആ കമന്റിന് 5000-ന് മീതെ ലൈക്കുകളാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ദുരന്തമുഖത്ത് പോലും മുഖ്യമന്ത്രിക്കെതിരായ ജനരോഷം അത്ഭുതപ്പെടുത്തുന്നതാണ്. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. പാർട്ടി ചാനലിന്റെ വാർത്തയുടെ അടിയിൽ പോലും സൈബർ അറ്റാക്ക് വരുമ്പോൾ CPM-കാർ പോലും മാറി ചിന്തിക്കുന്നു എന്നൊരു സംശയം. ജനങ്ങളുടെ ആ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാകും എത്രത്തോളം ഭരണപരാജയം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിന്നെ ആർക്ക് വേണം? വലിഞ്ഞേറി വന്നേക്കുന്ന അങ്ങോട്ട് എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. പ്രളയം വന്നപ്പോൾ സമാഹരിച്ച തുക പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് അരി വാങ്ങാൻ വെച്ചതിൽ നിന്നും എത്ര പേർ കട്ടുതിന്നു. അതിന്റെ പേരിൽ നടക്കുന്ന കേസ് എവിടെ വരെ എത്തി? എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. നിനക്കറിയില്ലേ? അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദനങ്ങൾ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നുമോനെ. ഞാൻ പോകുന്നു. ബൈ ബൈ.